പീസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവപിതാവിന്റെ വാത്സല്യം നിറഞ്ഞ അമൂല്യമായ സ്നേഹം മക്കളായ നാമെല്ലാം അനുഭവിച്ചറിയുന്നതിന് ലോകത്തിന് പിതാവായ ദൈവം സമ്മാനിച്ച പ്രിയപുത്രൻ സ്വയം ബലിവസ്തുവായി കാൽവരിക്കുന്നിൽ യാഗമായി മാറിയതിന്റെ ഓർമ്മയാണ് ഓരോ നോമ്പുകാലവും. യേശയ്യാ 50-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പിലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. അതികഠിനമായ പീഡകളിലും സഹനത്തിലും ഈശോയുടെ മനോഭാവമാണ് വചനത്തിലൂടെ നാം വായിച്ചു കേട്ടത്. ഈ ഒരു മനോഭാവമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. കർത്താവിന്റെ നിണമണിഞ്ഞ പാതകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈശോ നമ്മളോട് പറയുന്നു, നീ നിന്നിൽ നിന്നും എത്രമാത്രം ഇറങ്ങുന്നുവോ അത്രമാത്രം ഞാൻ നിന്നിൽ നിറയുന്നു. വിശുദ്ധ മത്തായി 16:26 വാക്യത്തിൽ പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? സ്വന്തം ആത്മാവിന്റെ അവസ്ഥ എന്താണെന്ന് സ്വയം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ശരീരത്തിന്റെ ജഡാഭിലാഷങ്ങൾ വെടിഞ്ഞ് നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ശരിയായ അനുതാപത്തോടെ കുഞ്ഞു കുഞ്ഞു പരിത്യാഗങ്ങളോടുകൂടി സാധിക്കുന്ന കുഞ്ഞു നന്മകൾ അപരന് ചെയ്തുകൊണ്ട് ഈ നോമ്പുകാലം അനുഷ്ഠിക്കുവാൻ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. സ്നേഹിതനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നരുൾ ചെയ്ത കർത്താവ് നമ്മിലൂടെ എന്നും സജീവമായി നിലകൊള്ളും. അതിന് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണമെന്ന വചനം നമുക്ക് പെരുമാറ്റത്തിലും ജീവിതത്തിലും പകർത്താൻ സാധിക്കണം. നമ്മുടെ ഈശോ തന്റെ ശരീരത്തിൽ പീഡകൾ സഹിച്ചു മരിച്ചുദ്ധാനം ചെയ്തെങ്കിൽ നമുക്കും ശരീരത്തിന്റെ സുഖങ്ങളെ ത്യജിച്ച് ഉപവാസത്തിലും സഹനത്തിലും കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജഡമാകുന്ന ശരീരത്തിനും തീർച്ചയായും ഒരു രൂപാന്തരീകരണവും ഉയർപ്പുമുണ്ടാകും. ഓരോ നോമ്പുകാലവും ഒരു കടന്നുപോകലാണ്, പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ളൊരു കടന്നുപോകൽ. വിശുദ്ധ മത്തായി 6:16 പറയുന്നു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. ഈശോയുടെ ആഗ്രഹം നമ്മൾ ഓരോരുത്തരും ഉപവസിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്ന്. ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പ്രാധാന്യം. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ തലയ്ക്ക് ചുറ്റും ഒരു വലയമുണ്ട്. അത് ഉലയിൽ ശുദ്ധി ചെയ്തെടുത്ത വിശുദ്ധിയുടെ വലയമാണ്. അതുപോലെ ഉപവസിക്കുമ്പോൾ വലിയൊരു ദൈവീക പ്രവൃത്തി നമ്മളിലും നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് ജോഷുവയുടെ നേതൃത്വത്തിലുള്ള സൈന്യം യുദ്ധം ചെയ്യിച്ചത്. പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും, എപ്പോഴൊക്കെ ജനം അനുതപിച്ച് ഉപവാസത്തോടെ കർത്താവിനെ വിളിക്കുന്നുവോ തൊട്ടടുത്ത നിമിഷം കർത്താവ് വലിയൊരു ദൈവീക പ്രവൃത്തി അവരുടെ ചുറ്റിലും ചെയ്തിരിക്കും. ഈശോയുടെ ജീവിതത്തിൽ വലിയൊരു രക്ഷാകര ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് 40 രാവ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. ഉപവസിക്കുക എന്നാൽ യേശുവിന്റെ കൂടെ ആയിരിക്കുക എന്നാണ്. പാപത്തെ വെറുത്ത് പാപിയെ നേടിയ ക്രൂശിതന്റെ തിരുമുഖം നമ്മളെ ഓരോരുത്തരെയും നോക്കി പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഭൂമിയിലെ ഏറ്റവും അപമാനകരമായ യാത്ര, എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും മഹനീയമായ യാത്ര, ശാപത്തിന്റെ കുരിശിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെയും രക്ഷയുടെയും കൃപയുടെയും കുരിശാക്കി മാറ്റിയ ക്രിസ്തുനാഥനോടൊപ്പം നമുക്കും അവിടുത്തെ പാത പിന്തുടരാം. ഒരു സഹനവും ചെറുതല്ല. നമ്മൾ നമ്മളിലെ ഞാൻ ഇല്ലാതാക്കി ഈശോയിൽ ലയിക്കുമ്പോൾ സ്വർഗത്തിൽ നിത്യജീവന്റെ കിരീടം നമ്മളെ കാത്തിരിക്കുന്നു എന്ന വലിയ ബോധ്യം ഈ നോമ്പുകാലം നമ്മളെ ഓർമ്മിപ്പിക്കട്ടെ. ഏവർക്കും നോമ്പുകാലത്തിന്റെ നന്മയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ആമേൻ.